പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ ഭരണമുന്നണിക്ക് കനത്ത പ്രഹരം. യുഡിഎഫിന് അട്ടിമറി വിജയം. ഫലം ഭരണവിരുദ്ധ വികാരമെന്ന് പ്രതിപക്ഷം. വർഗീയ സഖ്യമെന്ന് എൽഡിഎഫ്. അന്ധവിശ്വാസ നിരോധന ബില്ലിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദുരാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന് കോടതി. വിദ്യാഭ്യാസ വകുപ്പിന് ഗുരുതര വീഴ്ച. 30,000 +2 മാർക്ക് ലിസ്റ്റുകളിൽ വൻ പിഴവ്. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ രാഷ്ട്രീയ ആയുധമാക്കി മുന്നണികൾ. ഗവർണർ സർക്കാർ പോരു പാഠപുസ്തകങ്ങളിലേക്കും. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 24 മണിക്കൂർ കേരള രാഷ്ട്രീയത്തിന് നിർണായകമായിരുന്നു. നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് ഫലം പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കിയപ്പോൾ ഭരണപരമായ വീഴ്ചകളുടെ പേരിൽ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി. ആശയപരമായ പോരാട്ടങ്ങളും ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ വിധിയെഴുത്ത്. നിലമ്പൂർ ചുവപ്പുകോട്ട തകർത്ത് യുഡിഎഫ്. ആര്യടൻ ഷൗക്കത്തിന് 11,077 വോട്ടിന്റെ മിന്നും ജയം. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് യുഡിഎഫിന് തകർപ്പൻ വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് സിപിഐഎം സ്ഥാനാർത്ഥി എം സ്വരാജിനെ 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. ആര്യടൻ ഷൗക്കത്ത് 77,737 വോട്ടുകൾ നേടിയപ്പോൾ എം സ്വരാജിന് 66,660 വോട്ടുകളാണ് ലഭിച്ചത്. വിമതനായി മത്സരിച്ച മുൻ എംഎൽഎ പി വി അൻവർ 19,760 വോട്ടുകൾ നേടി തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായക സ്വാധീനം ചെലുത്തി. ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 8,648 വോട്ടുകളുമായി 4ാം സ്ഥാനത്തായി. ജനവിധി സർക്കാരിനെതിരെയെന്ന് യുഡിഎഫ്. വർഗീയ സഖ്യവും വോട്ട് കച്ചവടവുമെന്ന് എൽഡിഎഫ്. നിലമ്പൂരിലെ വിജയം പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ ഭരണത്തിനെതിരായ ജനവിധിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. 2026-ൽ യുഡിഎഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നതിന്റെ സൂചനയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും വെൽഫെയർ പാർട്ടി ബിജെപി വോട്ടുകൾ മറിച്ചതിലൂടെയാണ് യുഡിഎഫ് ജയിച്ചതെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ എൽഡിഎഫിന്റെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും അവകാശപ്പെട്ടു. അതേസമയം പി വി അൻവർ പിടിച്ച വോട്ടുകൾ ഇടതുമുന്നണിക്ക് നഷ്ടമായ വോട്ടുകളാണെന്ന വിലയിരുത്തലുമുണ്ട്. അൻവറിനോടുള്ള സമീപനത്തിൽ ഇരുമുന്നണികളും മയം വരുത്തുന്നതിന്റെ സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഭരണരംഗത്തെ പ്രതിസന്ധികൾ. സർക്കാരിന് ഇരട്ട പ്രഹാരം. അന്ധവിശ്വാസ ബില്ലിൽ ഹൈക്കോടതിയുടെ ശാസനം. +2 മാർക്ക് ലിസ്റ്റിൽ വൻ പിഴവ്. 2 സുപ്രധാന വിഷയങ്ങളിൽ സർക്കാർ ഇന്ന് കടുത്ത പ്രതിരോധത്തിലായി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയാനുള്ള ബിൽ നടപ്പാക്കാത്തതിൽ സംസ്ഥാന സർക്കാരിന് കേരള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം നേരിടേണ്ടിവന്നു. ദുരാചാരങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന് കോടതി വാക്കാൽ ചോദിച്ചു. വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ആഭ്യന്തര സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തെ 30,000-ഓളം +2 വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റുകളിൽ ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തി. കേരളത്തിന് പുറത്തുള്ള പ്രസിൽ അച്ചടിച്ചപ്പോഴാണ് പിഴവ് സംഭവിച്ചത്. സാങ്കേതിക പിഴവാണ് കാരണമെന്ന് സർക്കാർ വിശദീകരിക്കുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കടുത്ത ആശങ്കയിലാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആശയപരമായ പോരാട്ടങ്ങൾ. അടിയന്തരാവസ്ഥ ഓർമ്മകൾ ആയുധമാക്കി മുന്നണികൾ. ഗവർണർ സർക്കാർ പോരു പാഠപുസ്തകങ്ങളിലേക്ക്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം രാഷ്ട്രീയമായി ഉപയോഗിച്ച് മുന്നണികൾ പരസ്പരം ആക്രമണം ശക്തമാക്കി. കോൺഗ്രസിന്റെ ഭരണഘടനാ ഭ്രംശത്തെ ബിജെപി ഓർമ്മിപ്പിച്ചപ്പോൾ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. ഭരണഘടനയാണ് പൗരന്റെ ഏറ്റവും വലിയ രക്ഷാകവചമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. ഇതിനിടെ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് പുതിയ തലത്തിലെത്തി. രാജ്ഭവനിലെ ഭാരത് മാതാ ചിത്രവിവാദത്തിന് പിന്നാലെ ഗവർണറുടെ അധികാരങ്ങൾ സ്കൂൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഗവർണറുടെ മറുപടി. ഉപതിരഞ്ഞെടുപ്പ് ഫലവും ഭരണപരമായ പ്രതിസന്ധികളും ആശയപരമായ ഏറ്റുമുട്ടലുകളും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നിർണായക പോരാട്ടങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.